തൃശൂർ മുണ്ടത്തിക്കോട് വെടിപ്പുരയിലുണ്ടായ സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഇതിനായി നിയോഗിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 14 ലക്ഷം രൂപ നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകുന്നതിനും തീരുമാനമായി. ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. സ്ഫോടനത്തിൽ പ്രദേശത്തുണ്ടായ നാശനഷ്ടം ഉൾപ്പെടുത്തി സമഗ്ര പാക്കേജ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മുണ്ടത്തിക്കോട് സ്ഫോടനം സവിശേഷ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വളരെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്ന് തൃശ്ശൂരിലെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട വെടിപ്പുരയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായത്. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കേണ്ടായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രനായിരിക്കും ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ എന്നുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡെഡ് ബോഡികളെ ഡിസ്പോസൽ ചെയ്യാനും സാമ്പിളുകൾ DNA സാമ്പിളുകൾ കളക്ട് ചെയ്യാനും ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഒരു SOP അടിയന്തരമായി പുറത്തിറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും ക്യാബിനറ്റ് നിശ്ചയിച്ചു. തൃശൂർ പൂരം നടത്തിപ്പ് എങ്ങനെ വേണമെന്നതിൽ തീരുമാനം നാളെയുണ്ടാകും. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ചർച്ച ചെയ്താകും തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, നാളെ ഇത് സംബന്ധിച്ച തീരുമാനം ദേവസ്വം വകുപ്പ് എടുക്കാൻ പോവുകയാണല്ലോ. സർക്കാർ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാട് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഇതിനകം വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷഫീദ്? ദിലീപ് കുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നാളെ ചേരുന്നത്. നമുക്കറിയാം, ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള അപ്ഡേഷനുകൾ സർക്കാർ അക്കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിലെ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളത്. മാത്രമല്ല, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപ്രകാരം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. കൂടാതെ ഈ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ചികിത്സാ സൗകര്യം, അവർക്കുള്ള ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിലും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. 4 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകും. കൂടാതെ അടിയന്തര ധനസഹായമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും മറ്റ് സഹായവും സംസ്ഥാന സർക്കാർ ഉടൻ തീരുമാനിക്കും. പരിക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നൊക്കെയുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതേസമയം ഈ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് തൃശ്ശൂർ പൂരം നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ നാളെയാണ് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. അതിൽ ജില്ലാ കളക്ടർ, അതേപോലെ തന്നെ മറ്റ് ഈ 2 ദേവസ്വത്തിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തേക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിലേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ചടങ്ങ് മാത്രമായി തൃശ്ശൂർ പൂരം പരിമിതപ്പെടുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നാളത്തെ യോഗത്തിലായിരിക്കും ചർച്ചയാവുക. ഇതിനുവേണ്ടി ഹൈക്കോടതിയിൽ നടക്കമുള്ള നിർദ്ദേശങ്ങൾ അത് സംസ്ഥാന സർക്കാർ തേടിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ രാവിലെ 10:30 ഈ യോഗം വെച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള ഏകാംഗ കമ്മീഷനെയാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ദുരന്തത്തിൽ പെട്ടവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും നാളെ രാവിലെ തിരുവനന്തപുരത്ത് യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.